അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസുഫ് നബിയെ വശീകരിക്കാൻ പ്രഭുവിൻ്റെ ഭാര്യ ശ്രമിക്കുന്ന സംഭവമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ മ്ലേച്ഛ പ്രവൃത്തിക്കായി പ്രേരിപ്പിക്കുമ്പോൾ പ്രേരിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള നന്മയാണോ തിന്മയാണോ പ്രവർത്തിക്കുക എന്നതാണ് പ്രശ്നം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മനസ്സുകൾ തിന്മയിലേക്ക് പോവാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ അസാൻമാർഗിക മാർഗത്തിലേക്ക് പോകുന്നത് അത്ര വലിയ ഗൗരവമായി കാണാത്ത മനുഷ്യരുടെ മനസ്സ് തിന്മയിലേക്ക് ചായുകയാണ് ഉണ്ടാവുക. ഇവിടെ ഈ സംഭവത്തിൽ, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്ര സംഭവത്തിൽ, യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള നന്മയുടെ മനസ്സ് പ്രവർത്തിക്കുകയും അങ്ങനെ അദ്ദേഹം പ്രഭുവിൻ്റെ ഭാര്യയുടെ പ്രേരണയിൽപ്പെടാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു എന്നാണ് ഇന്ന് പഠിക്കുന്ന 24-ാമത്തെ ആയത്തിൽ പറയുന്നത്. വലഖദ് ഹമ്മത് ബി വഹമ്മ ബിഹാ ലൗലാ അർറാ ബുർഹാന റബ്ബി കദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. വലഖദ് ഹമ്മത് ബിഹി, അവൾ അവനു വേണ്ടി തുനിയുക തന്നെ ചെയ്തു. യൂസുഫ് നബി അള്ളാഹുവിൽ അഭയം തേടി പ്രാർത്ഥിച്ചതൊന്നും അവൾ പ്രശ്നമാക്കിയില്ല. അവൾ യൂസുഫിനെ വിട്ടില്ല. യൂസുഫിനെ തൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തിയേ തീരൂ എന്ന് അവൾ തീരുമാനിച്ചു. താൻ ഇവനു വേണ്ടി കുറേയായി കാത്തിരിക്കുന്നു. ഇപ്പോൾ ഒരവസരം വന്നിരിക്കുകയാണ്. എന്നിട്ട് തൻ്റെ വീട്ടിൽ തൻ്റെ ഔദാര്യത്തിൽ കഴിയുന്ന വീട്ടിലെ കാര്യസ്ഥൻ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാതിരിക്കുകയോ, അവനെ ഞാൻ എനിക്ക് വേണ്ടി കീഴടക്കുക തന്നെ ചെയ്യും എന്നായിരുന്നു അവളുടെ നിലപാട്. യൂസുഫിനെ കീഴ്പ്പെടുത്താൻ ശക്തിപ്രയോഗം നടത്താൻ വരെ അവൾ മുതിർന്നു. ശക്തി പ്രയോഗിക്കുമ്പോൾ യൂസുഫ് തിരിച്ചു പ്രതികരിച്ചാൽ തന്നെ കടന്നുപിടിക്കാൻ യൂസുഫ് ശ്രമിച്ചു എന്ന് യൂസുഫിനെതിരെ ആരോപണം ഉന്നയിക്കാമെന്ന കുതന്ത്രമായിരുന്നു അവൾ കണക്കുകൂട്ടിയിരുന്നത്. വഹമ്മ ബിഹ ലൗല അർറഅ ബുർഹാന റബ്ബിഹി, അള്ളാഹുവിൻ്റെ തെളിവ് അവൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ, യൂസുഫ് നബി കണ്ടില്ലായിരുന്നുവെങ്കിൽ അവനും അവളെ പ്രാപിക്കാൻ തുനിയുമായിരുന്നു. അതായത് വഹമ്മ ബിഹ, അവനും അവളെ പ്രാപിക്കാൻ തുനിയുമായിരുന്നു. ലൗല അർറഅ ബുർഹാന റബ്ബിഹി, അള്ളാഹുവിൽ നിന്നുള്ള തെളിവ് അവൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ. അവൾ കാമാവേശത്തോടുകൂടി മുന്നോട്ട് വന്നപ്പോൾ യൂസുഫിനും ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവളോട് വികാരം തോന്നുകയും അവളെ പുൽകാൻ തയ്യാറാവുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു അത്. പക്ഷേ അദ്ദേഹത്തെ രക്ഷിച്ചത് അള്ളാഹു അദ്ദേഹത്തിൽ നിക്ഷിപ്തമാക്കിയ നന്മയുടെ മനസ്സാണ്. ആ നന്മ മനസ്സ് അവിടെ പ്രവർത്തിച്ചതിനെയാണ് അവൻ്റെ റബ്ബിൻ്റെ തെളിവ്, ബുർഹാന റബ്ബിഹി എന്ന് ഇവിടെ പറയുന്നത്. ഇവിടെ അദ്ദേഹം ബുർഹാൻ, തെളിവ് കണ്ടു എന്ന് പറയുന്നതിന് വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ പിതാവ് യാക്കൂബ് നബിയുടെ ചിത്രം തെളിഞ്ഞു, അദ്ദേഹത്തിന് മുമ്പിൽ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പലവിധ വ്യാഖ്യാനങ്ങളും അദ്ദേഹം അവളുടെ പ്രേരണയ്ക്ക് വഴങ്ങാതിരിക്കാൻ അദ്ദേഹം കണ്ട തെളിവായിക്കൊണ്ട് പറയപ്പെടുന്നുണ്ട്. ഇസ്രായേലിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്രായേലി കഥകൾ അധികവും അവിശ്വസനീയമാണ്. പല പ്രവാചകന്മാരെക്കുറിച്ചും ബനു ഇസ്രായേലികൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിക്കൊണ്ട് കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇസ്രായേലി കഥകളിൽ വന്നതിനെ അടിസ്ഥാനമാക്കി ചില വ്യാഖ്യാതാക്കൾ ഈ വാചകത്തിന് മറ്റൊരു വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. അതായത് വഹമ്മ ബിഹ, അവനും അവളെ ഉദ്ദേശിച്ചു. അവൾ പ്രേരിപ്പിച്ചപ്പോൾ അവനും അവളുമായി ബന്ധത്തിലേർപ്പെടാൻ ഉദ്ദേശിച്ചു. ലൗല അർറഅ ബുർഹാന റബ്ബിഹി, അപ്പോഴാണ് അവൻ അവൻ്റെ റബ്ബിൽ നിന്നുള്ള തെളിവുകൾ കണ്ടത്. തെറ്റ് ചെയ്യാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു. അള്ളാഹു അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മുമ്പിൽ ചില തെളിവുകൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്യാതെ പിന്മാറി എന്നാണ് ഈ വ്യാഖ്യാനം. ഈ വ്യാഖ്യാനത്തിനൊന്നും വ്യക്തമായ തെളിവില്ല. ഈ വ്യാഖ്യാനമനുസരിച്ച് യൂസുഫ് നബി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാവുന്നുണ്ടെങ്കിലും അദ്ദേഹം തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു എന്ന വ്യാഖ്യാനം ഒരു പ്രവാചകനായ യൂസുഫ് നബിയുടെ മഹത്വത്തിന് ചേർന്നതല്ല. തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും പ്രവാചകന്മാരെ അള്ളാഹു സംരക്ഷിക്കുമെന്നും മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകന്മാർ പാപ സുരക്ഷിതരായിരിക്കുമെന്നും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ കാര്യമാണ്. കദാലിക
അപ്രകാരം നാം ചെയ്തത്. അതായത് അള്ളാഹുവിൻ്റെ ബുർഹാനായി, അള്ളാഹുവിൽ നിന്നുള്ള തെളിവായി നന്മയിലേക്ക് ചായുന്ന മനസ്സ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഈ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിട്ടുനിർത്തിയത് ലിനസ്രിഫ അൻഹു, അദ്ദേഹത്തിൽ നിന്ന് നാം അകറ്റുന്നതിനു വേണ്ടിയാണ്. അസ്സൂഅ വൽ ഫഹ്ഷാ, തിന്മകളെയും മ്ലേച്ഛ പ്രവൃത്തികളെയും. ഇവിടെ സൂ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്, ഫഹ്ഷാ എന്ന് പറയുന്നത് മ്ലേച്ഛ പ്രവൃത്തിയുമാണ് എന്ന നിലയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രത്യേക ഇടപെടലുകളിലൂടെ തിന്മയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ അകറ്റുകയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരായ അടിയാറുകളിൽപ്പെട്ടവനാണ്. എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മുക്തനാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഉത്തമദാസന്മാരിൽപ്പെട്ടവനാണ് യൂസുഫ് നബി എന്നാണ് യൂസുഫ് നബിയെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. ഇത് അള്ളാഹു യൂസുഫ് നബിക്ക് നൽകുന്ന വലിയൊരു അംഗീകാരമാണ്. അള്ളാഹുവിൻ്റെ ഈ അംഗീകാരം ലഭിക്കുവാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.